ഇടനില ആരോപണത്തിൽ ഇഡിക്കെതിരെ ശക്തമായ നിലപാടുമായി സിപിഎം. ബിജെപിക്കും ഏജന്റുമാർക്കും പണമുണ്ടാക്കാനുള്ള ഏജൻസിയെന്ന് ദേശാഭിമാനി. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വീട്ടിലെ റെയ്ഡിൽ നിർണായക വിവരങ്ങൾ. ഈ പ്രശ്നം എന്ന് പറയുന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ടും എന്നെ പിടിക്കരുത്. മാനസികമൊന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. ജോലിക്ക് നിന്ന വീട്ടിലെ മാല മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് ദളിത് യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ ക്രൂര മാനസിക പീഡനം. 20 മണിക്കൂർ വെള്ളം പോലും കൊടുക്കാതെ തിരുവനന്തപുരം പേരൂർക്കട സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ. കള്ളപ്പരാതി എന്ന് തെളിഞ്ഞിട്ടും FIR റദ്ദാക്കിയില്ല. പേരൂർക്കട SIക്ക് സസ്പെൻഷൻ. A case in point being the Golden Temple located in Amritsar, which is internationally renowned and a place of faith for everybody. It saw a surfeit of drone and missile attacks, which were thwarted bravely by our Army AD gunners. പഞ്ചാബിലെ സുവർണ ക്ഷേത്രം ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെന്ന് സ്ഥിരീകരണം. കരസേന തകർത്ത മിസൈലുകളിൽ സുവർണ ക്ഷേത്രത്തെ ലക്ഷ്യമിട്ടവയും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് ആക്രമണം ഇന്ത്യ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സേന. ക്രിക്കറ്റിലും പാകിസ്ഥാനെതിരെ ഇന്ത്യൻ നയതന്ത്രം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് പിന്മാറും. പാക് മന്ത്രി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലപ്പത്തുള്ളതിൽ ഇന്ത്യൻ പ്രതിഷേധം. കോഴിക്കോട് തുണിക്കടയിലെ തീപിടുത്തവും കട ഉടമയ്ക്ക് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടെന്ന് സൂചന. വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കം പോലീസ് അന്വേഷിക്കുന്നു. കോർപ്പറേഷനെ പ്രതിയാക്കി കേസെടുക്കണമെന്ന് കോഴിക്കോട് DCC. അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ EDയെ പൂട്ടുമെന്ന കൃത്യമായ സന്ദേശം നൽകി CPM. തുറന്നു കാട്ടപ്പെടുന്നത് EDയുടെ അഴിമതി മുഖമാണെന്ന് ദേശാഭിമാനിയിലെ മുഖപ്രസംഗം. സർക്കാരിനെ സംബന്ധിച്ച് BJPയെ അടിക്കാൻ വീണുകിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ED പടുകുഴിയിൽ വീണ അഴിമതി ആരോപണം. രാഷ്ട്രീയ ആവശ്യത്തിന് EDയെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ശരിയെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ഉദ്യോഗസ്ഥർ അഴിമതി ആരോപണം നേരിടുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആകാതെ വൻ പ്രതിസന്ധിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CPM നേതാക്കളോ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതികളോ അഴിമതി ആരോപണം നേരിട്ടാൽ തുരുതുരെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പലതരം. കുറ്റക്കാരാണെന്നോ അല്ലെന്നോ വ്യക്തമാക്കാതെ പുകമറയിൽ നിർത്തി കാലങ്ങളോളം കേസ് നീട്ടിക്കൊണ്ടുപോകും. BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉയർത്തുന്ന ആക്ഷേപം അന്വേഷണങ്ങളെല്ലാം രാഷ്ട്രീയ വേട്ടയാടലുകളെന്നാണ്. ED ഇപ്പോൾ ചെന്നു വീണ അഴിമതി ആരോപണത്തിന്റെ പടുകുഴി ദേശാഭിമാനിയിൽ മുഖപ്രസംഗമാകുമ്പോൾ അതിന് രാഷ്ട്രീയ മാനം ഏറെയാണ്. തെളിവില്ലാതെ കെട്ടിച്ചമയ്ക്കുന്നതാണ് ED കേസുകൾ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ED കേസുകളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു. BJPക്കാർക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെന്ന ആരോപണം ഇപ്പോൾ ശരിയാണെന്ന് വ്യക്തമാകുന്നു. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്കും BJPയും ചില ഉദ്യോഗസ്ഥരും സാമ്പത്തിക കൊള്ളയ്ക്കും EDയെ ആയുധമാക്കുന്നതിന്റെ അഴിമതി മുഖമാണ് വ്യക്തമാകുന്നത്. 5% താഴെയാണ് ED കേസുകളിലെ ശിക്ഷാനിരക്ക്. BJP നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ ED നിലപാട് വ്യത്യസ്തമാണ്. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസ് റിപ്പോർട്ട് 4 വർഷത്തോളം മുക്കിയ ശേഷം രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഒഴിവാക്കി പേരിന് കുറ്റപത്രം സമർപ്പിച്ചു. രാഷ്ട്രീയ മേലാളന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ED ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതിയും ക്രമക്കേടുകളും സത്യസന്ധമായ അന്വേഷണത്തിലൂടെ പുറത്തു വരണമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. നിയമത്തിന്റെ ഏതെങ്കിലും പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കൊച്ചി യൂണിറ്റ് ചെന്നുപെട്ടിരിക്കുന്നത്. വിജിലൻസ് വലമുറുക്കി അഴിമതി കണ്ടെത്തിയാൽ ഒരു കേസായി മാത്രം ഇപ്പോഴത്തെ സംഭവം അവശേഷിക്കില്ല. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPയെ അടിക്കാനുള്ള സർക്കാരിന്റെ പ്രധാന പ്രചരണ ആയുധമായി മാറുകയും ചെയ്യും. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ED കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലെ റെയ്ഡിൽ നിർണായകമായ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ്. ED സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണിതെന്ന് വിജിലൻസ് നിഗമനം. കേസിൽ പിടിയിലായ 3 പേരെയും വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്നവരുടെ വിവരങ്ങൾ EDക്ക് കൈമാറിയിരുന്നത് രഞ്ജിത്താണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൈക്കൂലി വാങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നവരുടെ പട്ടികയും ഡിജിറ്റൽ തെളിവുകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി. ED സമൻസ് അയച്ച 30ഓളം പേരുടെ ലിസ്റ്റാണ് രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്നും കണ്ടെടുത്തത്.
രഞ്ജിത്തിന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പണം തട്ടുന്നതിന് രഞ്ജിത്ത് ഈ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തിയിരുന്നുവെന്നും വിജിലൻസ് പറയുന്നു. രഞ്ജിത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. ഞങ്ങളിത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്, അത് നമുക്കൊന്നത് പരിശോധിക്കണം. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരാണ് കേസിൽ പിടിയിലായ മറ്റു രണ്ടുപേർ. മുരളി മുകേഷിന് ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. മുരളി മുകേഷ് ഹവാല ഇടപാടിലൂടെയാണ് പണം ED ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് എത്തിച്ചതെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി ED യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. വിശദമായ തെളിവുകൾ ലഭിച്ചാൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലേക്കടക്കം വിജിലൻസ് കടക്കും. കൊല്ലം സ്വദേശിയും വ്യവസായിയുമായ അനീഷ് ബാബുവിന്റെ പരാതിയെ തുടർന്ന് ED ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട്ടെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തവും കട ഉടമയ്ക്ക് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. 1 മാസം മുൻപാണ് ഉടമ മുകുന്ദന് കുത്തേറ്റത്. വ്യാപാര പങ്കാളിയായിരുന്ന പ്രകാശ് എന്നയാൾ കേസിൽ നിലവിൽ റിമാൻഡിലാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദനും നഗരത്തിലെ തന്നെ വ്യാപാരിയായ പ്രകാശനും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപമുള്ള വസ്തുവിനെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയും ബുൾഡോസർ ഉപയോഗിച്ച് മുകുന്ദൻ ഈ വസ്തുവിലെ നിർമ്മിതികൾ പൊളിച്ചു നീക്കുകയും ചെയ്തു. മറുപടിയായി മുകുന്ദന്റെ ഒരു കെട്ടിടം പ്രകാശനും പൊളിച്ചു നീക്കി. പിന്നീട് ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുകുന്ദന് കുത്തേറ്റു. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമക്കേസിൽ പ്രകാശ് റിമാൻഡിലാണ്. വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കവും സംഘർഷവും തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നതിന് തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ അടുത്തിടെ നടന്ന സംഭവമായതിനാൽ ഇക്കാര്യവും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാകും. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദൻ കടന്നുപോയിരുന്നത്. പരമാവധി പണം സമാഹരിച്ച് സ്കൂൾ സീസൺ ലക്ഷ്യമാക്കി സ്റ്റോക്ക് സംഭരിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം ഗൂഢാലോചനയെന്ന് സമഗ്രമായ അന്വേഷണമാണ് അനിവാര്യമാകുന്നത്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ സംയുക്ത പരിശോധന തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ് എന്നിവയടക്കം 5 വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. കെട്ടിടത്തിൽ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും ഫയർഫോഴ്സ് NOC നൽകിയിരുന്നില്ല എന്നുമാണ് ഫയർഫോഴ്സിന്റെ പ്രതികരണം. ഇന്നലെ വൈകുന്നേരം 5:05 ബീച്ച് ഫയർ സ്റ്റേഷനിൽ നമുക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. 5:06 തന്നെ അവിടുന്ന് വണ്ടി പുറപ്പെടുകയും 5:08 സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. തീ വളരെ വലുതാണെന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്ന് തന്നെ മെസ്സേജ് എല്ലാ നിലയങ്ങളിലേക്കും പാസ് ചെയ്തു. അവിടെ നിന്നെല്ലാം വാഹനങ്ങൾ, കോഴിക്കോട് ജില്ലയിലെ എല്ലാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നും 2 വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു. അതുപോലെ എയർപോർട്ടിലെ ഒരു വാഹനവും ഇങ്ങോട്ട് എത്തിച്ചു. അങ്ങനെ ഫയർ ഫൈറ്റ് ചെയ്ത് 10 മണിയോടുകൂടി ഏകദേശം നിയന്ത്രണ വിധേയമാക്കുകയും പുലർച്ചെ 5:30 കംപ്ലീറ്റ് ആയിട്ട് അണക്കുകയും ചെയ്തു. പിന്നെ എന്തെങ്കിലും എക്സിജൻസി വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വാഹനം ഇവിടെ സ്റ്റാൻഡ് ബൈ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തത്. സംഭവത്തിൽ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണങ്ങളെക്കുറിച്ച് കോർപ്പറേഷനും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളോട് അവർ കൂടുതൽ പറയാൻ വേണ്ടി പറഞ്ഞത്. നഗരസഭയും ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേർന്ന് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചയ്ക്ക് ഇടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് UDFും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അധികാരികൾ തന്നെ പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അധികാരികൾ പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾ കൂടി അറിയണമെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ
അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ രഹസ്യമായി വെച്ചുകൊണ്ട് പോകുന്നതല്ല ഉചിതം. കോഴിക്കോട് നഗരത്തിലെ തീപിടുത്തത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. എന്താണ് തീപിടുത്തത്തിന് പിന്നിലെന്ന് ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, മനഃപൂർവ്വമാണോ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത്? ആരെങ്കിലും അതിന് പിന്നിലുണ്ടോ? ആ കാര്യവും അന്വേഷിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. തീർച്ചയായും എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത കൈവരിച്ചിട്ടില്ല എന്നാണ് ഫയർ ഓഫീസർ നേരത്തെ വ്യക്തമാക്കിയത്. ഫയർഫോഴ്സും പോലീസും KSB ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒക്കെ ഈ കെട്ടിടത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഫോറൻസിക് വിഭാഗവും തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. അവരുടെ പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല. എന്തായാലും നേരത്തെ ഫയർ ഓഫീസർ കോഴിക്കോടുണ്ടായ തീപിടുത്തത്തിൽ സംയുക്ത പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്ന ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടിട്ടുണ്ട്. അമൃത്സറിലെ സുവർണ ക്ഷേത്രവും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുവെന്ന വിവരവും പുറത്തുവന്നു. കരസേന ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപേ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നീക്കം ശക്തമാക്കിയിരുന്നു. അതിർത്തി അടച്ചും വിസ റദ്ദാക്കിയും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഇപ്പോൾ ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യ. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിലും വനിതാ എമർജിംഗ് ഏഷ്യ കപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറും. പാക് ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അടുത്ത യോഗത്തിന് ശേഷമായിരിക്കും. ആതിഥേയരായ ഇന്ത്യ പിന്മാറിയാൽ ടൂർണമെന്റ് മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വരും. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടു. ഷഹീൻ, ഫത്തേ തുടങ്ങിയ പാക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ഉപയോഗിച്ച് തകർക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. ഇന്ത്യയുടെ അപരാജിത മതിൽ ശത്രുവിന്റെ മിസൈൽ നിർവീര്യമാക്കി എന്ന തലക്കെട്ടോടെയാണ് വെസ്റ്റേൺ കമാൻഡ് വീഡിയോ പങ്കുവച്ചത്. ഭീകരതാവളങ്ങൾ ആക്രമിച്ചതിന്റെ പ്രതികാരമായി പാകിസ്ഥാൻ സുവർണക്ഷേത്രം ലക്ഷ്യമിട്ടതായി കരസേന സ്ഥിരീകരിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണത്തിന്റെ നീക്കം. എന്നാൽ ആകാശടക്കമുള്ള സംവിധാനങ്ങൾ പാക് നീക്കം പൊളിച്ചതായും സൈന്യം വെളിപ്പെടുത്തി. A case in point being the Golden Temple located in Amritsar, which is internationally renowned and a place of faith for everybody. It saw a surfeit of drone and missile attacks, which were thwarted bravely by our Army AD gunners. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം വൈകിട്ട് 4 മണിക്ക് ചേരും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും അതിനുശേഷം കൈക്കൊണ്ട നയതന്ത്ര നടപടികളും യോഗത്തിൽ വിശദീകരിക്കും. എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നത് അമേരിക്കയുടെ ഇടപെടൽ കാരണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ സമിതി അംഗങ്ങൾ വിദേശകാര്യ സെക്രട്ടറിയോട് വ്യക്തത തേടിയേക്കും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കും. പാർട്ടിയോട് ആലോചിക്കാതെ ലോക്സഭാംഗം യൂസഫ് പഠാനെ സമിതിയിൽ ഉൾപ്പെടുത്തിയതിലാണ് തൃണമൂലിന്റെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി. നേരത്തെ കോൺഗ്രസും സമാനമായ വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിലും പാർട്ടി അംഗങ്ങളെ പിൻവലിച്ചിരുന്നില്ല. ഇതോടെ സർവകക്ഷി സംഘത്തിൽ നിന്ന് പിന്മാറുന്ന ആദ്യ രാഷ്ട്രീയ കക്ഷിയായി തൃണമൂൽ. തരൂർ വിവാദത്തിൽ കരുതലോടെ പ്രതികരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖന വിവാദത്തിന് പിന്നാലെ പാർട്ടിയെ വെട്ടിലാക്കുന്ന നടപടികളാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നതെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന കോൺഗ്രസിലെ തരൂർ വിരുദ്ധ ചേരി. അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തരൂരിന്റെ പ്രസ്താവനകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. നയതന്ത്ര രംഗത്തെ മികവിന്റെ പേരിൽ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച ശശി തരൂരിനെ അതേ നയതന്ത്ര മികവ് പ്രയോജനപ്പെടുത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ദേശീയ നേതൃത്വം എന്തിനെ ബോധപൂർവം അവഗണിച്ചു എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മോദി സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകളെ തുടർച്ചയായി പ്രശംസിക്കുന്ന ശശി തരൂരിനെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിപക്ഷത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് സമാന പ്രതികരണങ്ങളിലൂടെ പാർട്ടി വീണ്ടും വെട്ടിലാകാതിരിക്കാനാണെന്നാണ് കോൺഗ്രസിലെ തരൂർ വിരുദ്ധരുടെ വിശദീകരണം. പാർട്ടി നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തക സമിതി അംഗം തന്നെ രംഗത്തെത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നുമാണ്
ഒരു വിഭാഗത്തിന്റെ വിമർശനം. അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവനകൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടെന്നും എന്നാൽ അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കഴിയാതെ പോയെന്നുമാണ് തരൂർ അനുകൂലികളുടെ വാദം. 10 വർഷമായി കോൺഗ്രസ് ദേശീയ നേതൃത്വ നിരയിലെ ഒരു ചേരി ശശി തരൂരിനെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് വിദേശ സന്ദർശനത്തിനുള്ള പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് പിന്നിലെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. തരൂരിനോടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനം അവസരമാക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ നടത്തുന്ന ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ വില കൊടുക്കേണ്ടി വരുമെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. അതേസമയം തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തി കൂടുതൽ വിവാദങ്ങൾക്ക് അവസരമുണ്ടാക്കരുതെന്ന നിലപാടിലാണ് KPCC നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സോഫിയ ഖുറേഷിയെ അപകീർത്തിപ്പെടുത്തിയ മധ്യപ്രദേശ് ആദിവാസി ക്ഷേമമന്ത്രി വിജയ് ഷാ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പരാമർശത്തിൽ FIR ഫയൽ ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് മന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത്. ബലൂചിസ്ഥാൻ വിഘടനവാദികൾ പാകിസ്ഥാൻ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയതിന്റെ വീഡിയോ പുറത്തുവിട്ടു. കഴിഞ്ഞ മാർച്ച് 11-നാണ് ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങൾ അടക്കമുള്ള വിശദമായ വീഡിയോയാണ് BLA മീഡിയ വിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പാകിസ്ഥാൻ ആർമിയുമായി ബലൂച്ച് വിഘടനവാദികൾ നടത്തുന്ന ഏറ്റുമുട്ടലും ദൃശ്യങ്ങളിലുണ്ട്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിന് ജാമ്യം കിട്ടി. 4 ഉപാധികളോടെയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ 12ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. 2 മാസത്തേക്ക് കുറ്റപത്രം സമർപ്പിക്കും. വരെയോ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നതാണ് പ്രധാന ഉപാധി. 50,000 രൂപ വീതമുള്ള 2 ആൾ ജാമ്യം. പരാതിക്കാരിയെ ബന്ധപ്പെടുകയോ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്നും വ്യവസ്ഥയുണ്ട്. കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും കോടതി പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബെയ്ലിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. ബെയ്ലിൻ ദാസിനെ ബാർ കൗൺസിലും ബാർ അസോസിയേഷനും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം കരുവാരക്കുണ്ട് മഞ്ഞൾപ്പാറയിൽ കണ്ടത് ആളെക്കൊല്ലി കടുവയുടെ കാൽപ്പാടെന്ന് വനം വകുപ്പ്. ഇതോടെ ആശങ്കയിലാണ് ഈ പ്രദേശം. പ്രദേശത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗഫൂർ കൊല്ലപ്പെട്ട മലയോരത്തിന്റെ മറുവശമാണ് ഇപ്പോൾ കടുവയുടെ കാൽപാദം കണ്ടെത്തിയ സ്ഥലം. കാളികാവ് ആളെക്കൊല്ലി കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വനം വകുപ്പ് ക്യാമറകൾ വെച്ച മലയുടെ മറുവശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇതേ കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ്. മഞ്ഞൾപ്പാറ എന്ന മേഖലയാണിത്. ഇവിടെ അല്പസമയം മുൻപ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടന ഒരു U ഷേപ്പിലാണ് ഈ ഒരു മലനിരകൾ അല്ലെങ്കിൽ ഈ കുന്നും പ്രദേശം കിടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഗഫൂറിനെ കടുവ കൊന്നത് ഇതേ വഴിയുടെ മറുവശത്തുള്ള മലയുടെ ഭാഗത്താണ്. ഇവിടെയുള്ള അയൽവാസികൾക്ക് കൂടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. 500 കുടുംബങ്ങൾ ഇതുകൊണ്ട് വളരെ പരിതാപകരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. കഷ്ടപ്പാടും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ടാപ്പിങ്ങിന് പണിയെടുക്കുന്നില്ല. ഒരു തള്ളിയും കുഞ്ഞും കടുവ 4 ദിവസം മുന്നേ ഇവിടെ CT വന്നിട്ട് തള്ള കടന്നുറങ്ങാണ്. കുട്ടി അതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ പണിക്കാർ മണ്ടി, ടാപ്പിങ്ങേര് മണ്ടി. ഇപ്പൊ 4 ദിവസമായിട്ട് ടാപ്പിങ്ങേര് തോട്ടത്തിൽ പണിയെടുക്കണില്ല. ഇവിടെ 1 വർഷത്തോളായിട്ട് കടുവന്റെ സാന്നിധ്യം നിത്യമാണ്. പലവട്ടം ഓല അറിയിച്ചിട്ടും ഒരു വന്നു പോകാന്നല്ലാതെ ഒരു ആഭാസമായിക്ക് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രൂപത്തിൽ വന്നു പോകാന്നല്ലാതെ അതിൻ്റെ മുൻകരുതായിട്ട് എടുക്കലോ ജനങ്ങളെ ബോധപ്പെടുത്താനോ ഒരു തയ്യാറാണല്ല. ഈ ഒരു മേഖലയിലൂടെയാണ് കടുവ ഇത് കടന്നു പോയിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കാൻ ഈ ഒരു പഗ് മാർക്കുകൾ അത് ധാരാളമാണ്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. കടുവയുടെ കാൽപാദം, ഇത് കടുവയുടെ കാൽപാദം തന്നെയാണ്. അതായത് ഗഫൂറിനെ കൊന്ന അതേ കടുവയുടെ കാൽപാദമാണെന്ന് വനം വകുപ്പ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുവ കടന്നു പോയിട്ടുള്ളത് ഈ മലയുടെ മുകൾ ഭാഗത്തേക്കാണ്. നമുക്ക് ആ പ്രദേശം കൂടി കാണാൻ കഴിയും. ഇവിടെ നേരെ വന്ന് ഇതിലൂടെ വന്ന് ഇതുവഴിയാണ് കടുവ മുകളിലേക്ക് കയറിപ്പോയത് എന്ന് സ്ഥിരീകരിക്കാൻ ഇവിടെയും അതിൻ്റെ കാൽപാദം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും. അപ്പോൾ അങ്ങനെ ഈ ഒരു കടുവയുടെ സഞ്ചാരപഥം അത് ഇപ്രകാരമാണ്. നേരത്തെ വനം വകുപ്പ് ഈ ഒരു പ്രദേശത്തേക്ക് നിരീക്ഷണം വ്യാപിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കാൽപാദം കൂടി
ഇവിടെ സ്ഥിരീകരിച്ചതോടെ കടുവ ഈ മേഖലകളിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇവിടെയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും കടുവ അത് ഈ ഒരു മേഖലയിൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചെങ്കിലും അതിന് സഞ്ചാരപഥം ഇതുവരെ വ്യക്തമായിരുന്നില്ല. ഇപ്പോൾ അതുകൂടി കൃത്യമായ സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് കൂടി അതിനുവേണ്ടിയുള്ള തെരച്ചിൽ വനം വകുപ്പ് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നരഭോജി കടുവയെ കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ. കടുവയെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഭയപ്പാടോടെയാണ് ജനം കഴിച്ചുകൂട്ടുന്നത്. നിലവിൽ കാൽപ്പാടുകൾ കണ്ട ഭാഗം ജനവാസ മേഖലയാണെന്നും ഷിജിമോൾ പറഞ്ഞു. ഇത് ഒരു സ്ഥലത്തുനിന്ന് കണ്ടു, പിന്നെ കുറച്ച് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ കണ്ടു എന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പൊ എത്രത്തോളം ഭയാനകമായിട്ടാണ് അവിടെ ജീവിക്കണത് എന്നുള്ളത് നമുക്ക് അങ്ങനെ ഊഹിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച പോലെ തന്നെ അവിടെ കുറച്ചൊക്കെ ജനവാസ മേഖല ഉണ്ട് താനും. അപ്പൊ ഈ ആളുകൾക്ക് ഇത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി എന്ന് പറയുമ്പോൾ ഇത് എങ്ങടാ അവര് പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ജീവിക്കുക എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ട്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. മലയോര ജനതയെ സർക്കാർ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായാണ്. തീക്കൊള്ളികൊണ്ട് തലചൊറിയാൻ വനംവകുപ്പ് ശ്രമിക്കരുത്. 924 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദി നിഷ്ക്രിയത്വം തുടരുന്ന സർക്കാരാണെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഞാൻ കൽപ്പറ്റയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയേക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും. ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും. ചെയ്യാത്ത കുറ്റത്തിന് നേരിട്ട പോലീസ് പീഡനം തുറന്നു പറഞ്ഞ് ദളിത് യുവതി. നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും DGPക്കും പരാതി കൊടുത്തെങ്കിലും അവഗണന നേരിട്ടുവെന്നും വേദനയോടെ ദളിത് യുവതി പറയുന്നു. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് മാല കാണാതായതിന്റെ പേരിലായിരുന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ മാനസിക പീഡനം. സംഭവത്തിൽ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പോലീസ് രാജാട നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്നെ കേട്ടത് തെറിവിളി. ഈ പ്രസन्न എന്ന് പറയുന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ടും എന്നെ പിടിക്കരുത്. മാനസികം എന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. ജോലിക്ക് പോയ ഭാര്യയ്ക്കൊപ്പം ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഭർത്താവും പകച്ചു. യൂണിഫോം ധരിക്കാതെ പരാതിക്കാരിയുടെ തന്നെ വാഹനത്തിൽ മോഷണം മുതൽ തേടി പോലീസുകാർ എത്തിയതായിരുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമുള്ള അനുഭവം പറയുമ്പോൾ ഇപ്പോഴും ബിന്ദുവിന് ഭയമാണ്. നിറത്തിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചു. ഭർത്താവിനെയോ ബന്ധുക്കളെയോ ഭക്ഷണം നൽകാൻ അനുവദിച്ചില്ല. ബന്ധുക്കളെ വിളിക്കാൻ പോലും അനുവദിക്കാതെ ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി. ഇടയ്ക്ക് പോലീസുകാർ അടിക്കാൻ വന്നു. മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. മക്കളെയൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ് അങ്ങനെ പറഞ്ഞത്. വേറൊരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്. തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ മാല തിരികെ കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുമ്പോൾ ഒരു താക്കീത് കൂടി നൽകി, മേലിൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന്. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അതിലും നടപടിയുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ P ശശിയിൽ നിന്ന് അവഗണന നേരിട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പോൾ ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും. സംഭവം വിവാദമായതിനു പിന്നാലെ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പോലീസ് രാജാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. അതിക്രൂര പീഡനമാണ് നേരിടേണ്ടി വന്നതെന്ന് ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു.
പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും മാനസികമായി ഒരുപാടധികം പീഡനങ്ങൾ നേരിടേണ്ടി വന്ന ബിന്ദുവാണ് നമ്മളൊപ്പം ചേരുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും? ശാരീരികമായിട്ടല്ല, മാനസികമായിട്ടുള്ള വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. വളരെ വേദനിപ്പിക്കുന്നതിന് അങ്ങറ്റവരെന്നെ വേദനിപ്പിച്ചു. ഭക്ഷണം നൽകാതെ അന്നത്തെ ദിവസമൊന്നും ആഹാരവും വെള്ളമോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഉറങ്ങാനും സമ്മതിച്ചില്ല. അടുത്ത ദിവസം രാവിലെയാണ് പിറ്റേന്ന് രാവിലെയാണ് എന്റെ ചേട്ടൻ വന്ന് എന്റെ ജാമ്യത്തിലൊന്നുമല്ല എന്നെ വിട്ടിരിക്കുന്നത്. പരാതി ഇല്ലാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിട്ടത്? പരാതിയില്ല, അവരെ സാധനം പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്നാണ് ഓമനാണ്ടനെ അവരെ പരാതി എഴുതി കൊടുത്തത്. മക്കളൊക്കെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. മക്കളൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസ് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മറ്റുള്ള പോലീസുകാർ ഇതേപോലെ തന്നെയാണോ എസ് ഐ അല്ലാതെ? വേറെ ഒരു എന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്? തൃപ്തികരമാണ്. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ചാൻസലർക്ക് തിരിച്ചടി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്താനാവൂവെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. താൽക്കാലിക VCമാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ്. 2 സർവകലാശാലകളിലെയും താൽക്കാലിക VCമാരുടെ കാലാവധി ഈ മാസം 28-ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായി മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെയും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്നും കാലവർഷം 24-ാം തീയതിയോടെ കേരളത്തിലെത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കാലവർഷം നേരത്തെ എത്തുന്ന സീസണായിരിക്കും ഇത്. ബംഗളൂരുവിൽ കനത്ത മഴയും നാശനഷ്ടങ്ങളും തുടരുകയാണ്. ഹോരമാവൂരിലെ സായി ലേഔട്ടിലും ടാനറി റോഡിലെ NC കോളനിയിലെയും വീടുകൾക്കുള്ളിലേക്ക് 3 അടിയോളം ഉയരത്തിൽ ചെളിവെള്ളം കയറി. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഫർണിച്ചറുകളും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും വെള്ളം കയറി കേടുപാട് പറ്റി. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾ തകർന്നു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാത്രിയിൽ മാത്രം ലഭിച്ചത് 90 മില്ലിമീറ്റർ മഴയെന്നാണ് റിപ്പോർട്ട്. ലയണൽ മെസ്സി ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. ഇപ്പോഴുള്ളത് അനാവശ്യ ചർച്ചകൾ മാത്രമാണ്, വിവാദത്തിന്റെ ആവശ്യമില്ല. എതിർ ടീമിനെക്കുറിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. റാപ്പർ വേടന്റെ പരിപാടിക്കിടെ പാലക്കാട് കോട്ട മൈതാനത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് പാലക്കാട് നഗരസഭ. പരിശോധനകൾക്ക് ശേഷം പോലീസിലും പരാതി കൊടുക്കും. ലഹരി വിമുക്ത പരിപാടി സംഘടിപ്പിക്കുന്ന സർക്കാർ വാർഷികാഘോഷത്തിന് എന്തിനാണ് ലഹരി കേസ് പ്രതിയെ എത്തിച്ചതെന്ന് BJP സംസ്ഥാന ട്രഷറർ E. കൃഷ്ണദാസ് പ്രതികരിച്ചു. എക്സൈസ് മന്ത്രിയുടെ നാട്ടിൽ തന്നെ ലഹരിമുക്ത കേരളം എന്ന വലിയൊരു മുദ്രാവാക്യം നടന്ന് പറയുന്ന ആള് തന്നെ 4ാം വാർഷികത്തിന്റെ പരിപാടിയിൽ ഒരു NDPS കേസിലെ പ്രതിയെ കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കും. ഇതിന്റെ സംഘാടകരോട് ഇതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട് നഷ്ടം കണക്കാക്കും. ഇന്നലെയാണ് പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന സർക്കാർ വാർഷിക പരിപാടിയിൽ വേടൻ പാടിയത്. സംഘാടകർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ കാണികൾ എത്തിയതാണ് പരിപാടി അലങ്കോലമാക്കിയത്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. തിക്കിലും തിരക്കിലും പെട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായ കുട്ടികൾ ഉൾപ്പെടെ 15-ലധികം പേർ ചികിത്സ തേടി. വേടനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി വേട്ടയാടിയെന്ന് MV ഗോവിന്ദൻ. അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് പ്രശസ്തനായത് ചിലർക്ക് സഹിക്കുന്നില്ല. വേടനെ ദേശവിരുദ്ധനെന്ന് ചിത്രീകരിക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോ RSകാർ പറയാണ്, BJPക്കാർ പറയാണ് ഇത് ജാതി ഭീകരതയാണ്, ജാതി ഭീകരത. ഈ RSകാരന് പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ സംസ്ഥാനികർ മധുവിന് എന്ത് കലാസ്വാദനം. സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അപബോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്.
നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറടിച്ചു കൊന്ന CISF ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചും കൊല്ലപ്പെട്ട ഐവിനെ ഗുണ്ടയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം. CISF വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ശബ്ദ സന്ദേശം ചർച്ചയായതോടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചാരണം. CISF ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്ന് ഐവിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. കൊന്നതിന് ശേഷവും ഐവിന് മേൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തൻ മാത്രം അതേ കിടന്നു. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവൻ്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിലൊരു ഷെഫിൻ്റെ സ്ഥാനം, ഷെഫാണോന്നൊന്നും അറിയത്തില്ല, ഗുണ്ടാകൃതിയാണ് അവൻ്റെ ജോലി. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാറ് അറ്റ കൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേര് സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. കൊന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇവൻ തെറിച്ചു പോയി വീഴുക ചെയ്ത്, അല്ല പിന്നെ ഇടിപ്പിച്ചൊന്നുമില്ല. ഐവിൻ ജിജോയെ കാറടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അങ്കമാലി കോടതിയിലാണ് അപേക്ഷ നൽകുക. 1-ാം പ്രതി വിനയ് കുമാർ ദാസ്, 2-ാം പ്രതി മോഹൻ എന്നിവരെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. IPLൽ ലക്നൗ സൂപ്പർ ജയന്റ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കുകയും മുംബൈയുടെയും ഡൽഹിയുടെയും ജയപരാജയങ്ങൾ ആശ്രയിച്ചുമാകും ലക്നൌവിന്റെ പ്ലേ ഓഫ് സാധ്യത. ഇന്നത്തെ മത്സരം ലക്നൌവിന് ജീവൻ മരണ പോരാട്ടമാണ്. 11 മത്സരങ്ങളിൽ 10 പോയിന്റാണ് ലക്നൌവിനുള്ളത്. രാത്രി 7:30 ലക്നൌവിലാണ് കളി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8755, പവന് 70,040. 18 ക്യാരറ്റ് ഗ്രാമിന് 7210, പവന് 57,680. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.